السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച്, അവൻ്റെ ദീനിനെക്കുറിച്ചുള്ള ഉപകാരപ്രദമായ വിജ്ഞാനവും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽ ഇന്ന് ഇൻഷാ അല്ലാഹ് ആദ്യം നമ്മൾ പഠിക്കുന്ന റബ്ബിൻ്റെ പേര് അൽ വദൂദ് എന്ന പേരാണ്. പരിശുദ്ധ ഖുർആനിൽ രണ്ട് ഇടങ്ങളിലാണ്, രണ്ട് ആയത്തുകളിലാണ് അള്ളാഹുവിൻ്റെ അൽ വദൂദ് എന്ന പേര് വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്ത് ഹൂദിലെ 90-ാമത്തെ ആയത്തിലാണ്. സൂറത്ത് ഹൂദിലെ 90-ാമത്തെ ആയത്തിൽ ശുഐബ് അലൈഹിസ്സലാം എന്ന അള്ളാഹുവിൻ്റെ നബിമാരിൽ, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠരായ നബിമാരിൽ ഒരാളായ ശുഐബ് അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞ വാക്കായി അള്ളാഹു നമ്മെ അറിയിക്കുന്നു. വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. വസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക. സുമ്മ തൂബൂ ഇലൈഹി, അവനിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക, പശ്ചാത്തപിക്കുക. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ് റഹീമുൻ വദൂദ്, അവൻ റഹീമും വദൂദുമാണ്. അതുപോലെ രണ്ടാമത്തെ ഖുർആനിൽ ഈ പേര് വന്നിട്ടുള്ള സ്ഥലം സൂറത്തു ബുറൂജാണ്. സൂറത്തുൽ ബുറൂജ് ഖുർആനിലെ അവസാനത്തെ ജുസ്ഇലുള്ള ചെറിയ സൂറത്ത്. വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽയൗമിൽ മഊദ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. അതിൽ നമുക്ക് കാണാം ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ് വഹുവൽ ഗഫൂറുൽ വദൂദ്. വഹുവൽ ഗഫൂറുൽ വദൂദ്, അല്ലാഹു ഗഫൂറും വദൂദുമാണ്. എന്താണ് സഹോദരങ്ങളെ ഈ പേരിൻ്റെ അർത്ഥം? വുദ് എന്ന അള്ളാഹുവിൻ്റെ സിഫത്താണ് ഈ പേരിൽ അടങ്ങിയിട്ടുള്ളത്. വുദ്, അൽ വുദ് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ വുദ് എന്നാൽ സ്നേഹമാണ് അതിൻ്റെ അർത്ഥം. അൽ വദൂദ് എന്ന പേരിലെ സിഫത്ത് അൽ വുദ് എന്ന സിഫത്താണ്. മവദ്ദത്ത് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ومن آياته أن خلق لكم من أنفسكم أزواجا وجعل بينكم مودة ورحمة. അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അവൻ നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങളുടെ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത്. അഥവാ ആദം അലൈഹിസ്സലാമിൽ നിന്ന് ആണ് അള്ളാഹു ഹവ്വായിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അവർ തമ്മിലുള്ള സ്നേഹം, മനുഷ്യരുടെ, അവരുടെ ഇണകൾ തമ്മിലുള്ള സ്നേഹം, അത് പരിപൂർണമായ സ്നേഹമാണ്. അത് അവരിൽ നിന്ന് തന്നെ സൃഷ്ടിക്കപ്പെട്ട അവരുടെ നേർപകുതിയോടുള്ള സ്നേഹമാണത്. അള്ളാഹു അവരിലെ സ്നേഹം നിലനിൽക്കാൻ അവരിൽ നിന്ന് തന്നെ അവരുടെ ഇണയെ പടക്കുകയും ആ കാര്യം അള്ളാഹു ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. എന്താണ് അതിൻ്റെ അർത്ഥം? ആദമിൽ നിന്നാണ് അള്ളാഹു ഹവ്വായിനെ സൃഷ്ടിച്ചത്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها, അവരിലേക്ക് ചെന്ന് നിങ്ങൾ സമാധാനം അടയുവാൻ വേണ്ടി. وجعل بينكم, നിങ്ങൾക്കിടയിൽ അവൻ ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. മവദ്ദതൻ വറഹ്മ, മവദ്ദത്ത് സ്നേഹം, വറഹ്മ കാരുണ്യവും. അവിടെ നമുക്ക് മവദ്ദത്ത് എന്ന വാക്ക് കാണാം, സ്നേഹം എന്ന പദത്തെ സ്നേഹം എന്ന അർത്ഥം സൂചിപ്പിക്കാൻ. വുദ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ആ സ്നേഹമുള്ളവനാണ് അൽ വദൂദായ റബ്ബ് സുബ്ഹാനഹു വ തആല. എന്നാൽ എന്താണ് വദൂദ് എന്ന പേര് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ
ഉദ്ദേശിക്കപ്പെടുന്നത് അവൻ സ്നേഹമുള്ളവനാണ്. അഥവാ അവൻ്റെ അടിമകളെ, അവൻ്റെ അംബിയായിനെ, അവൻ്റെ ഔലിയായിനെ, അവരെ പിൻപറ്റിയവരെ, അള്ളാഹുവിൻ്റെ നബിമാരെയും അവരെ പിൻപറ്റിയവരെയും സ്നേഹിക്കുന്നവനാണ്. മാത്രമല്ല ഈ പേരിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു കാര്യം, അവനെ അവൻ്റെ അടിമകൾ സ്നേഹിക്കുന്നു. ആ രണ്ട് അർത്ഥവും അൽ വദൂദ് എന്ന പേരിലുണ്ട്. അൽ വാദ് എന്ന അർത്ഥമുണ്ട്. എന്താണ് അൽ വാദ് എന്ന് പറഞ്ഞാൽ? അവൻ സ്നേഹിക്കുന്നവനാണ്. അതുപോലെ അൽ മൗദൂദ് എന്ന അർത്ഥവും ഉണ്ട്. എന്താണ് അൽ മൗദൂദ് എന്ന് പറഞ്ഞാൽ? സ്നേഹിക്കപ്പെടുന്നവൻ. അവൻ സ്നേഹിക്കുന്നവനും സ്നേഹിക്കപ്പെടുന്നവനുമാണ്. ഈ രണ്ട് അർത്ഥവും ഉൾക്കൊള്ളുന്ന പേരാണ് അൽ വദൂദ് എന്ന റബ്ബിൻ്റെ പേര്. അവൻ സ്നേഹമുള്ളവനാണ്, അവൻ സ്നേഹിക്കുന്നവനാണ്, അവൻ സ്നേഹിക്കപ്പെടുന്നവനാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ ഈ പേര്, യാ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, ശുഐബ് അലൈഹിസ്സലാം കുഫാറുകളായ, നിഷേധികളായ ജനങ്ങളെ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് അവരെ താക്കീത് നൽകിയതോടൊപ്പം, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് അവർക്ക് താക്കീത് നൽകിയതിനോടൊപ്പം അവരെ ഓർമ്മപ്പെടുത്തിയ പേര് നോക്കൂ നിങ്ങൾ. നിഷേധികളായ ആളുകളെ എന്തിനു വേണ്ടിയാണ്? തിന്മകളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങാൻ, അള്ളാഹുവിൻ്റെ സ്നേഹത്തിലും അവൻ്റെ കാരുണ്യത്തിലും അവർക്ക് പ്രതീക്ഷ വരാൻ. അതിനുവേണ്ടി ശുഐബ് അലൈഹിസ്സലാം ആ കുഫാറുകളായ ജനതയോട് പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ. സൂറത്ത് ഹൂദിലെ സന്ദർഭം അതാണ്. വസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടൂ, നിങ്ങൾ തിരുത്തു. വതൂബു ഇലൈഹി സുമ്മ തൂബു ഇലൈഹി, അവനിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങൂ, ഈ തിന്മകൾ നിങ്ങൾ തിരുത്തുക. എന്നിട്ട് പറയുകയാണ്, ഇന്ന റബ്ബി റഹീം വദൂദ്, എൻ്റെ റബ്ബ് റഹീം വദൂദുമാണ്. അവൻ ഏറെ കരുണ ചൊരിയുന്നവനാണ്, അവൻ സ്നേഹിക്കുന്നവനാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. കാഫറുകളായ മുശ്രിക്കുകളായ ആ ജനങ്ങളോട് ഒരു നബി റബ്ബിൻ്റെ ഈ പേര് ഓർമ്മപ്പെടുത്തിയെങ്കിൽ അതാണ് ഇസ്ലാമിക ദഅവ. ഇസ്ലാമിക ദഅവത്ത് എന്നാൽ അത് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകലും അതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രതീക്ഷ നൽകലുമാണ്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാണ്. ഏതെങ്കിലും ഒന്നല്ല. അവരാകെ നിരാശപ്പെടുത്തുകയും പേടിപ്പെടുത്തുകയും മാത്രമല്ല, മറിച്ച് അതോടൊപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുക. കാരണം ചില പാപികൾ അവരുടെ പാപങ്ങളിൽ ആണ്ടുപോകാൻ, ഉറച്ചു നിൽക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അള്ളാഹുവിൽ പ്രതീക്ഷ നഷ്ടപ്പെടുക എന്നതായിരിക്കും. എനിക്കൊന്നും അള്ളാഹു പുറത്തു തരൂല എന്ന നിരാശ ചിലരെ ബാധിച്ചിട്ടുണ്ടാകും. അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടാണ്, റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്നാൽ ആ ഖൗം അങ്ങേയറ്റം നിഷേധ സ്വഭാവത്തിലാണ് ശുഐബ് അലൈഹിസ്സലാമിനോട് മറുപടി പറഞ്ഞത്. തൊട്ടടുത്ത ആയത്തിൽ കാണാം, ഖാലൂ യാ ശുഐബു മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖൂലു, ഓ ശുഐബ്, നീ പറയുന്നത് അധികം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നോക്കൂ നിങ്ങൾ, എന്താണ് ശുഐബ് അലൈഹിസ്സലാമിൻ്റെ വാക്ക്, എന്താണ് അവരുടെ മറുപടി. ഒന്ന് എത്ര സ്നേഹത്തിൻ്റെ, ഗുണകാംക്ഷയുടെ, അവർക്ക് നന്മ വരണം എന്ന ആഗ്രഹത്തിൻ്റെ വിളിയാണ്. എന്നാൽ അവരുടെ മറുപടി എത്ര മോശമായ മറുപടിയാണ്. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അംബിയ ജനങ്ങൾക്ക് നൽകിയത് എത്ര നല്ലതാണ്, ജനങ്ങൾ അവരോട് തിരിച്ചു കാണിച്ചത് എത്ര മോശമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അള്ളാഹുവിൻ്റെ അംബിയ അവർ ജനങ്ങൾക്ക് അങ്ങോട്ട് നൽകിയത് എത്ര നല്ലതാണ്, എന്നാൽ ജനങ്ങൾ അവർക്ക് തിരിച്ചു കൊടുത്തത് എത്ര മോശമാണ്. എത്ര വലിയ നന്മക്കാണ് ഇത്രയും വലിയ തിന്മയും കൊണ്ട് അവർ അതിനെ നേരിട്ടത്. ഇതുപോലെ സൂറത്ത് ഹൂദ് പോലെ സൂറത്തുൽ ബുറൂജിലും അള്ളാഹുവിൻ്റെ ഈ പേര് അൽ വദൂദ് എന്ന പേര് വന്നിരിക്കുന്നു. ഈ രണ്ടിടങ്ങളിലാണ് ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഈ പേര് വന്നിട്ടുള്ളത്. വഹുവൽ ഗഫൂറുൽ വദൂദ്, അവൻ പൊറുക്കുന്നവനാണ്, അവൻ സ്നേഹിക്കുന്നവനാണ്. നേരത്തെ പറഞ്ഞ ആയത്തിൽ അവൻ കരുണ ചൊരിയുന്നവനാണ്, അവൻ സ്നേഹിക്കുന്നവനാണ് എന്നാണ് വന്നിട്ടുള്ളത്. നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ്റെ അംബിയായിനെ, അവരെ പിൻപറ്റിയവരെ സ്നേഹിക്കുന്നവനാണ്. അൽ വുദ് എന്ന് പറയുന്ന സ്നേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. വുദ് എന്നാൽ അത് ലുബ്ബുൽ മഹബ്ബ വസഫൂഹ, അത് കലർപ്പില്ലാത്ത സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ അകക്കാമ്പാണത് വുദ് എന്ന് പറയുന്നത്. ലുബ്ബുൽ മഹബ്ബ, മഹബ്ബത്തിൻ്റെ ലുബ്ബ, ലുബ്ബ് എന്നാൽ അതിൻ്റെ അകക്കാമ്പാണത്. അള്ളാഹു അവൻ സ്നേഹിക്കുന്നവനാണ്, അതുപോലെ അവൻ സ്നേഹിക്കപ്പെടുന്നവനുമാണ്. നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്
فسوف يأتي الله بقوم يحبهم ويحبونه. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെങ്കിൽ, അതിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു നടക്കുകയാണെങ്കിൽ അള്ളാഹു ഒരു ജനതയെ കൊണ്ടുവരും. എന്താണ് അവരുടെ പ്രത്യേകത? യുഹിബ്ബുഹും വയുഹിബ്ബൂന, യുഹിബ്ബുഹും വയുഹിബ്ബൂന. അവരെ അള്ളാഹു സ്നേഹിക്കും, വയുഹിബ്ബൂനഹു, അവർ അള്ളാഹുവിനെയും സ്നേഹിക്കും. അതുപോലെ നോക്കൂ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അപ്പോൾ അള്ളാഹുവിനെ അവർ സ്നേഹിക്കുന്നു എന്ന് വന്നു എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ പറയുകയാണ്. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പോൾ അള്ളാഹു അവനെ മുഅ്മിനുകളെ സ്നേഹിക്കുന്നു, അതുപോലെ അള്ളാഹു അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് എന്നാൽ, അള്ളാഹുവിൻ്റെ സ്നേഹം എന്നാൽ, അവൻ്റെ സ്നേഹം എന്ന് പറയുന്നത് എന്തിനൊക്കെ അവൻ സ്നേഹിക്കും. റബ്ബ് ചില ആളുകളെ സ്നേഹിക്കും. ഉദാഹരണത്തിന് അവൻ മുഅ്മിനുകളെ സ്നേഹിക്കുന്നു, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരെ സ്നേഹിക്കുന്നു, അവരിലേക്ക് തൗബ ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു. അതുപോലെ അള്ളാഹു ചില പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെടും, അതിനെ സ്നേഹിക്കും. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖൽ. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം അദ്വമുഹാ, സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനമാണ്. വൈൻ ഖൽ, അത് കുറച്ചാണെങ്കിലും. അഥവാ ഒരാൾ സദഖ കൊടുക്കുന്നു, അയാളുടെ സ്വഭാവമാണത്, സ്ഥിരമായി അയാൾ സദഖ ചെയ്യുന്ന ആളാണ്, ദാനം ചെയ്യുന്ന ആളാണ്. അയാൾ അത് നിലനിർത്താൻ ശ്രമിക്കുന്നു, എങ്ങനെയെങ്കിലും കുറച്ച് കൊടുത്തിട്ടെങ്കിലും, ഒരു 10 രൂപ കൊടുത്തിട്ടെങ്കിലും, അല്ലെങ്കിൽ അതിലും താഴെ 5 രൂപ കൊടുത്തിട്ടെങ്കിലും അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ച് ഒരാൾ സ്ഥിരമായി ചെയ്യുകയാണ്. അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നു, കുറച്ചാണെങ്കിലും. പ്രവർത്തനങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടും. അതുപോലെ നോക്കൂ, അള്ളാഹു ചില ഇടങ്ങളെ, ചില സ്ഥലങ്ങളെ ഇഷ്ടപ്പെടും. ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, നാട്, അത് മക്കയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മക്കയെ നോക്കി പറഞ്ഞിട്ടില്ലേ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമി അത് നീയാണ്. അതുപോലെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, നബിയെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ജിബ്രീലിനോട് ചോദിക്കട്ടെ. ജിബ്രീലിനോട് ചോദിച്ചു. ജിബ്രീൽ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ അള്ളാഹുവിനോട് ചോദിക്കാം. അറിയാത്ത കാര്യം ചോദിക്കപ്പെട്ടപ്പോൾ ഏറ്റവും വിജ്ഞാനമുള്ള നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്താ? എനിക്കറിയില്ല എന്നാണ്. ജിബ്രീലിന് മറുപടി അറിയില്ല എന്നാണ്. എല്ലാവരെക്കാളും ഏറ്റവും അറിവുള്ള റബ്ബിനോട് ചോദിച്ചു. എന്നിട്ട് വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഭൂമിയിൽ മസ്ജിദുകളാണ്. അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടികളാണ്, സൂഖുകളാണ്. കാരണം മസ്ജിദിൽ നടക്കുന്നത് അള്ളാഹു പറഞ്ഞതുപോലെ, ഫി ബുയൂത്തിൻ അദിന അല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദൂവി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അത് ചില ഭവനങ്ങളാണ്. അത് ഉയർത്താൻ അള്ളാഹു അനുവാദം നൽകിയിരിക്കുന്നു, പണിതുയർത്താൻ. വയുദ്കറ ഫീഹാ ഇസ്മുഹു, അവിടെ സ്മരിക്കപ്പെടാൻ അള്ളാഹുവിൻ്റെ പേര്. അവിടെ അള്ളാഹുവിനെ രാവിലെയും വൈകുന്നേരവും സ്തുതിക്കുന്ന ചില ആളുകളുണ്ട്, ചില പുരുഷന്മാരുണ്ട്. റിജാലുൻ ലാ തുൽഹീഹിം, കാരണം മസ്ജിദിലെ പ്രമുഖരായ മസ്ജിദിൻ്റെ ആളുകൾ ആരാണ്? പുരുഷന്മാരാണ്. സ്ത്രീകൾക്ക് മസ്ജിദിലേക്ക് വരിക എന്നത് അനുവദനീയമായ കാര്യമാണ്. നോക്കൂ, പുരുഷന്മാർ, റിജാലുൻ, ചില പുരുഷന്മാർ, ലാ തുൽഹീഹിം തിജാറത്തു വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത്. കച്ചവടമോ ക്രയവിക്രയമോ നിസ്കാരം നിലനിർത്തുന്നതിനോ സക്കാത്ത് കൊടുക്കുന്നതിനോ അവർക്ക് തടസ്സമായില്ല.
കച്ചവടമോ ഇടപാടുകളോ നിസ്കാരം നിലനിർത്താൻ അവർക്ക് തടസ്സമായില്ല, സകാത്ത് കൊടുക്കാൻ അവർക്ക് തടസ്സമായില്ല. എന്തുകൊണ്ടാണ്? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും പേടിച്ചരണ്ടു പോകുന്ന, ഇളകി മറിയുന്ന ഒരു ദിവസത്തെ അവർ പേടിക്കുന്നു. സൂറത്തു നൂറിലെ ഈ ആയത്ത് റിജാൽ എന്ന് തുടങ്ങുന്ന ഒരു ആയത്തുണ്ട്. സൂറത്തു നൂറിലെ ആ പേജിന്റെ തുടക്കം റിജാലുൻ എന്ന വാക്കുണ്ട്. ചില പുരുഷന്മാർ, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഒരുവൻ പുരുഷനാണോ, ഒരു പൗരുഷമുണ്ടോ, അവൻ മസ്ജിദിലുണ്ടാകണം. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തു വല ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സക്കാത്ത്. അവരെ കച്ചവടമോ ക്രയവിക്രയമോ ഒന്നും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, നിസ്കാരം നിലനിർത്തുന്നതിൽ നിന്ന്, സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്ന് ശ്രദ്ധ തെറ്റിച്ച് കളയുകയില്ല. അവരാണ് ആണുങ്ങൾ, റിജാൽ അവരാണ്. ഇങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കപ്പെടുന്ന ഇടങ്ങളാണ് മസ്ജിദുകൾ. എന്നാൽ അങ്ങാടികളിൽ അവിടെ കൂടുതലായി നടക്കുക എന്തായിരിക്കും? ചതിയും വഞ്ചനയും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കലും കളവ് പറയലും കള്ള സത്യം ചെയ്യലും ഒക്കെ ആയിരിക്കും കൂടുതൽ നടക്കുക. അതുകൊണ്ടാണ് അങ്ങാടിയിൽ പോകേണ്ടത്. ഈ അങ്ങാടിയിൽ കച്ചവടക്കാരനല്ലേ, കച്ചവടം ചെയ്യാനാണെങ്കിൽ അവിടെ അങ്ങാടി കച്ചവടക്കാരനെ കൊണ്ടാണ് അങ്ങാടിയാകുന്നത്. അവനില്ലാതെ അങ്ങാടി ആവില്ലല്ലോ. ചന്തയാകണമെങ്കിൽ അവിടെ കച്ചവടക്കാരനുണ്ടാകണം. അതേസമയം നീ എന്താവരുത്, അങ്ങാടികളിൽ എപ്പോഴും അനാവശ്യമായി നേരം ചെലവഴിക്കുന്നവനാകരുത്. മറിച്ച് അവിടെ ആവശ്യത്തിന് പോവുക, അവിടെ നിന്ന് വേഗം തിരിച്ചു പോവുക. ആദ്യം അവിടെ കടന്ന് അവസാനം പുറത്തിറങ്ങുന്നവനാകരുത്, മറിച്ച് ആവശ്യത്തിന് മാത്രം പോയി വരിക. നോക്കൂ, അള്ളാഹു അപ്പോൾ ഭൂമിയിൽ ഇടങ്ങളെ സ്നേഹിക്കും, പ്രവർത്തനങ്ങളെ സ്നേഹിക്കും, ആളുകളെ സ്നേഹിക്കും. അതുപോലെ നോക്കൂ, അള്ളാഹു ചില വിശേഷണങ്ങളെ, ചില സ്വഭാവ ഗുണങ്ങളെ സ്നേഹിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിലല്ലേ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ അഫുവാണ്, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, ധാരാളമായി വിട്ടുതരുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ച നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് വിട്ടുതരണമേ. ഇപ്പോൾ അള്ളാഹു ചില സ്വഭാവ ഗുണങ്ങളെ സ്നേഹിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ അള്ളാഹു വിത്റാണ്, യുഹിബ്ബുൽ വിത്ർ, അവൻ ഏകനാണ്, ഒറ്റയാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. എണ്ണത്തിൽ ഒറ്റ അവൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് നോക്ക്, ഇസ്ലാമിന്റെ ധാരാളം അമലുകൾ അത് ഒറ്റയായിട്ടാണ്. വുദൂ ചെയ്യുമ്പോഴുള്ള പരമാവധി എണ്ണം 3. അതുപോലെ 7 പലയിടങ്ങളിൽ നമുക്ക് കാണാം. അതുപോലെ ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോൾ കാലൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒറ്റയാക്കി അവസാനിപ്പിച്ചത് കാണാം. അതുപോലെ വൃത്തിയാക്കുമ്പോൾ ഒറ്റയിൽ അവസാനിപ്പിക്കുക എന്നത് നല്ല കാര്യമാണ്. നോക്കൂ, ഇങ്ങനെ അള്ളാഹു ആളുകളെ സ്നേഹിക്കും, ഇടങ്ങളെ സ്നേഹിക്കും, പ്രവർത്തനങ്ങളെ സ്നേഹിക്കും, സ്വഭാവ ഗുണങ്ങളെ സ്നേഹിക്കും. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം റബ്ബ് സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നവനാണ് എന്നാണ്, സ്നേഹിക്കപ്പെടുന്നവനാണ് എന്നാണ്. എന്നാൽ അതൊരിക്കലും സൃഷ്ടികളുടെ സ്നേഹം പോലെയല്ല. പിഴച്ച ചില കക്ഷികൾ പറഞ്ഞു, ഇല്ല, റബ്ബിനെ സ്നേഹിക്കാനാവില്ല, മഖ്ലൂഖിനെ സ്നേഹിക്കാനാകും. മഖ്ലൂഖ് എങ്ങനെ ഖാലിഖായ റബ്ബിനെ സ്നേഹിക്കും? നോക്കൂ, ആ ഖൗമ് എന്താണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അവർ പറഞ്ഞു, അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ പ്രതിഫലത്തെ സ്നേഹിക്കലാണ്, അത് അള്ളാഹുവിന്റെ സ്വർഗത്തെ സ്നേഹിക്കലാണ്. എന്നാൽ ഇതാണോ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം? അല്ല, ഇത് പിഴച്ച വിശ്വാസമാണ്. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം മുഅ്മിൻ അള്ളാഹുവിന്റെ പ്രതിഫലത്തെ, സ്വർഗത്തെ മാത്രമല്ല, പിന്നെയോ അള്ളാഹുവിനെ തന്നെ സ്നേഹിക്കുന്നു, അവനെ തന്നെ സ്നേഹിക്കുന്നു. അതുപോലെ അവന്റെ പ്രവർത്തനങ്ങൾ അത് ഏറ്റവും നല്ലതാണ്, അതുകൊണ്ട് അവനെ സ്നേഹിക്കുന്നു. അവന്റെ പേരുകൾ അത് ഏറ്റവും മഹത്തരമാണ്, അതുകൊണ്ട് അവനെ സ്നേഹിക്കുന്നു. ഇങ്ങനെ ഏതു നിലക്കും അവർ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നു. അതുപോലെ അള്ളാഹു അവന്റെ അടിമകളെയും അവരിൽ അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ അംബിയാഇനെ, അവന്റെ റസൂലുകളെ, അവനെ സൂക്ഷിക്കുന്നവരെ സ്നേഹിക്കുന്നു. എന്നു മാത്രമല്ല, അള്ളാഹു എങ്കിൽ അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും റബ്ബിനോട് അടുത്തത് ആരാണ്? അള്ളാഹു ഏറ്റവും സ്നേഹിക്കുന്നവനാണ്. അള്ളാഹു ആരെയാണോ ഏറ്റവും സ്നേഹിക്കുന്നത്
അവരാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവർ. അള്ളാഹുവിൽ ഏറ്റവും സ്ഥാനമുള്ളത് ആർക്കാണ്? അള്ളാഹു ആരെയാണോ ഏറ്റവും സ്നേഹിക്കുന്നത് അവർക്കാണ്. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ രണ്ടുപേർ അള്ളാഹുവിൻ്റെ ഖലീലുകളാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അള്ളാഹുവിൻ്റെ രണ്ട് ഖലീലുകളാണ്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഖലീലാണെന്ന് ഖുർആനിലുണ്ട്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അള്ളാഹു ഇബ്രാഹിമിനെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിമിന്റെ സഹീഹിലുള്ള ഹദീസിൽ നമുക്ക് കാണാം, ജുൻദുബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ, ഇന്നല്ലാഹ ഖദ് ഇത്തഖദനി ഖലീലൻ കമ ഇത്തഖദ ഇബ്രാഹിമ ഖലീല, അള്ളാഹു ഇബ്രാഹിമിനെ ഖലീലായി തിരഞ്ഞെടുത്തതുപോലെ എന്നെ ഖലീലായി അള്ളാഹു തിരഞ്ഞെടുത്തു. എന്താണ് ഖലീൽ എന്ന് പറഞ്ഞാൽ? ഖുല്ലത്താണ് ഖലീൽ എന്ന പേരിൽ അടങ്ങിയിട്ടുള്ള വിശേഷണം. അത് ഏറ്റവും വലിയ സ്നേഹമാണ്. ഏറ്റവും വലിയ സ്നേഹമാണ് എന്ത്? ഖുല്ലത്ത് എന്ന് പറയുന്നത്. ആ സ്നേഹം അള്ളാഹുവിൻ്റെ അടിമകളിൽ രണ്ടുപേർക്കാണ്. അള്ളാഹു ഖലീലായി തിരഞ്ഞെടുത്തത് രണ്ടുപേരെയാണ്, നമ്മുടെ നബിയെ, അതുപോലെ ഇബ്രാഹിം നബിയെ അലൈഹിം സ്വലാത്തു വസ്സലാം. നോക്കൂ, അവരിൽ അള്ളാഹുവിൽ ഏറ്റവും സ്ഥാനമാർക്കാണ്? ആ രണ്ടു നബിമാരിൽ നമ്മുടെ റസൂലിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ റസൂലിനോടാണ് അള്ളാഹുവിന് ഏറ്റവും സ്നേഹമുള്ളത്. നമ്മുടെ റസൂലിനോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഏറ്റവും സ്നേഹമുള്ളത്. അള്ളാഹുവിൻ്റെ മഹബത്ത്, അള്ളാഹുവിൻ്റെ ഖുല്ലത്ത്, അള്ളാഹുവിൻ്റെ ഉദ്, ഈ മൂന്ന് പേരുകളാണ് സ്നേഹം എന്ന അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളായി ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഈ മൂന്ന് പദങ്ങൾ സ്നേഹത്തിന് പറയും. മഹബത്ത് അല്ലെങ്കിൽ ഹുബ്, അതുപോലെ ഉദ്, വദൂദ് എന്ന പേരിൽ അടങ്ങിയിട്ടുള്ള വിശേഷണം, അതുപോലെ ഖുല്ലത്ത് എന്ന് പറയുന്ന സ്നേഹം. അത് എവിടുന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? വത്തഖദ അല്ലാഹു ഇബ്രാഹിമ ഖലീല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഖദ് ഇത്തഖദനി ഖലീലൻ കമ ഇത്തഖദ ഇബ്രാഹിമ ഖലീലൻ. ഈ മൂന്ന് പദങ്ങൾ സ്നേഹം എന്ന അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളായി വന്നിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഇതല്ലാത്ത പല പദങ്ങൾ സ്നേഹത്തിന് അറബിയിലുണ്ട്. ഇതല്ലാത്ത പദങ്ങൾ പലത് സ്നേഹത്തിന് അറബിയിലുണ്ട്. സബാബ എന്ന് പറയും, അതുപോലെ തതയ്യും എന്ന് പറയും. ഹവ സ്നേഹത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ്. ഇഷ്ഖ് അത് സ്നേഹത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ്. എന്നാൽ അഹ്ലുസുന്നത്ത് റബ്ബിലേക്ക് ചേർത്തിക്കൊണ്ട് ഖുർആനിലും സുന്നത്തിലും വന്ന പദങ്ങളല്ലാതെ എന്ത് ചെയ്യുകയില്ല? അള്ളാഹുവിൻ്റെ സ്നേഹം എന്ന് പറയാൻ ഉപയോഗിക്കുകയില്ല. കാരണം ഇതിൽ ഓരോ പദത്തിനും പല രൂപത്തിലുള്ള അർത്ഥമുണ്ട്. റബ്ബിന് യോജിക്കാത്ത അർത്ഥം ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നാട്ടിലെ പലരും, ഈ നാട്ടിൽ മാത്രമല്ല പലയിടങ്ങളിലും ജാഹിലുകളായ പലരും ഉപയോഗിക്കുന്ന, സൂഫികളായ പലരും ഉപയോഗിക്കുന്ന വാക്ക് എന്താണത്? ഇഷ്ഖ്. ഇഷ്ഖ് എന്ന വാക്ക്, അവൻ ആഷിഖായ ആളാണ്. എന്താണ് ഇഷ്ഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉദ്ദേശം? ഇഷ്ഖ് അത് സാധാരണ സ്നേഹമല്ല, മറിച്ച് സ്നേഹത്തോടൊപ്പം ലൈംഗിക മോഹം കൂടി അടങ്ങിയിട്ടുള്ള സ്നേഹത്തിനാണ് എന്ത് പറയുക? ഇഷ്ഖ് എന്ന് പറയുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം പോലെ. അതൊരിക്കലും അള്ളാഹുവിനോട് ഉണ്ട് എന്നോ അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ട് എന്നോ പറയുക പാടില്ല. അത് മര്യാദകേടാണ്. അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം മര്യാദകേടാണ്. ഖൗമ എഴുതി വെക്കുന്ന കാണാറില്ല, റബീഉൽ അവ്വലായ ഇഷ്ഖെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ഖാണ് എന്ന്. കാരണം എന്ത് പറയാം, എന്തു പറഞ്ഞുകൂടാ എന്ന് ഈ ആളുകൾ ഒരിക്കലും പരിഗണിക്കുന്നില്ല. അങ്ങനെ പരിഗണിക്കുന്നെങ്കിൽ അള്ളാഹുവിനോട് മാത്രം തേടേണ്ടുന്ന വാക്കുകൾ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖൗമ പറയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നു, ഞങ്ങളാണ് നബിയോടുള്ള സ്നേഹത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് പെട്ട മര്യാദകേട് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതിര് വിട്ടാൽ അങ്ങനെയാണ്, പാടില്ലാത്ത പദപ്രയോഗങ്ങളിലേക്ക് പോകും. അതുപോലെ ഹവ എന്ന വാക്ക് അള്ളാഹുവിനെ കുറിച്ച് അവനോട് എനിക്ക് ഹവയാണെന്ന് പറയാൻ പാടില്ല. ഹവ സ്നേഹത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷെ അതിൽ മോശമായ ചില അർത്ഥങ്ങൾ അതിലുണ്ട്. മനസ്സിലായില്ലേ? ആസ്വദിക്കുക, അനുഭവിക്കുക, അതിനുവേണ്ടിയുള്ള സ്നേഹം തുടങ്ങിയ അർത്ഥങ്ങൾ ഹവ എന്ന പദത്തിനുണ്ട്. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞത് കാണാം, ഹവാൻ എന്ന വാക്കിലെ യാഗ് പോയതാണ്
ഹവ എന്ന്. ഹവാൻ എന്നാൽ നിന്ദതയാണ്, നിന്ദത ഹവാൻ. അതിലെ നൂന് പോയതാണ് ഹവ എന്ന് ചിലർ പറയാറുള്ളത് അതുകൊണ്ടാണ്. കാരണം ഹവ ഒരുവനെ നശിപ്പിക്കും. ഹവയെ ഖുർആനിലും സുന്നത്തിലും ആക്ഷേപിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഹവ എന്നാൽ ദേഹേച്ഛയാണ്, തോന്നിവാസമാണ്. ആ നിലക്കുള്ള ഖുർആനും സുന്നത്തും പരിഗണിക്കാതെയുള്ള സ്നേഹമാണ്. അത് അള്ളാഹുവിനെ കുറിച്ച് പറയുക പാടില്ല. നോക്കൂ, അള്ളാഹുവിൻ്റെ ഈ വിശേഷണം മനസ്സിലാക്കിയ ഒരു മുഅ്മിൻ എപ്പോഴും അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് നേടിയെടുക്കാൻ, അവനെ സ്നേഹിക്കാനും അവൻ്റെ സ്നേഹം നേടാനും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, ദാഖ തഅമൽ ഈമാൻ മൻ റദിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂല. ഈമാനിന്റെ രുചി ഒരാൾ അനുഭവിച്ചിരിക്കുന്നു. ആരാണ് ഈമാനിന്റെ രുചി അനുഭവിച്ചത്? മൻ റദിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായി ആരാണോ തൃപ്തിപ്പെട്ടത്, ഇസ്ലാമിനെ ദീനായി ആരാണോ തൃപ്തിപ്പെട്ടത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് ആരാണോ തൃപ്തിപ്പെട്ടത്, അവൻ ഈമാനിന്റെ രുചി അനുഭവിച്ചിരിക്കുന്നു. അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറ്റുള്ള സൃഷ്ടികളെക്കാൾ സ്നേഹിക്കുക. അള്ളാഹുവിനോടുള്ള സ്നേഹം അത് ഒരാൾക്കും വേണ്ടിയല്ല. എന്നാൽ അള്ളാഹു അല്ലാത്തവരോടുള്ള സ്നേഹം അള്ളാഹുവിന് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പോലും യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടിയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്നേഹം മാറ്റുരക്കപ്പെടുക ഏത് സമയത്താണ്? അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്നേഹം അത് ശരിയാണോ അല്ല അത് കേവല അവകാശവാദം മാത്രമാണോ എന്നത് മാറ്റുരക്കപ്പെടുക എപ്പോഴാണ്? അള്ളാഹുവിൻ്റെ സ്നേഹവും നമ്മുടെ വ്യക്തി താല്പര്യവും ഏറ്റുമുട്ടുന്ന അവസ്ഥയിൽ വന്നാലാണ്. അള്ളാഹു ഹറാമാക്കിയൊരു കാര്യം മുന്നിലുണ്ട്, എന്നാൽ നമുക്കതിനോട് താല്പര്യമുണ്ട്. അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ട്, എന്നാൽ അതിനെതിരായി അത് ചെയ്യേണ്ടതില്ല, വേറെ എന്തെങ്കിലും നഫ്സിൻ്റെ താല്പര്യം വേറെ എങ്ങോട്ടെങ്കിലും പോവുകയാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്നേഹം ശരിയാണോ അതല്ല വെറും അവകാശവാദമാണോ എന്ന് അത് തെളിയുന്ന സന്ദർഭം അതാണ്. നസ്അലുല്ലാഹൽ ആഫിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലും അതാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. ഈമാനിന്റെ മാധുര്യം ഒരുവൻ അനുഭവിച്ചു. 3 കാര്യങ്ങൾ ഒരുവനിലുണ്ടെങ്കിൽ. ഒന്നാമതായി പറഞ്ഞ എന്താണ്? അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അള്ളാഹും റസൂലും അല്ലാത്ത മറ്റെല്ലാവരെക്കാളും ഒരുവൻ സ്നേഹിക്കുക. രണ്ടാമത്തെ കാര്യം വയുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി മാത്രം ഒരുവനെ സ്നേഹിക്കുക, വേറെ ഒന്നിനും വേണ്ടിയല്ല. മൂന്നാമത്തെ ഗുണം അൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി ബഅദ ഇദ് അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. കുഫറിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതിന് ശേഷം, അള്ളാഹു രക്ഷപ്പെടുത്തിയതിന് ശേഷം അതിലേക്ക് തിരിച്ചു പോകുന്നതിന് വെറുക്കുക, കുഫറിനെ വെറുക്കുക. അതുപോലെ തന്നെയാണ് തിന്മകളെ വെറുക്കുക എന്നത്. ഏതുപോലെ തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അവൻ എങ്ങനെ വെറുക്കുന്നുവോ അതുപോലെ അള്ളാഹു മുഅ്മിനുകളുടെ സ്വഭാവമായി പറഞ്ഞെന്താണ്? വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ ഹൃദയത്തിൽ പ്രിയങ്കരമാക്കി വെച്ചിരിക്കുന്നു. വസയ്യനഹു ഫി ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു അത് അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. ബാക്കി എന്താണ്? വകറഹ ഇലൈക്കും, നിങ്ങൾക്ക് അവൻ വെറുപ്പാക്കി തന്നിരിക്കുന്നു. അൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. കുഫറിനോട്, ഫുസൂഖിനോട്, അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നതിനോട്, തെറ്റുകൾ ചെയ്യുക എന്നതിനോട് അള്ളാഹു നിങ്ങൾക്ക് വെറുപ്പ് ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. നോക്കൂ, അതാണ് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള യഥാർത്ഥ സ്നേഹം ഹൃദയത്തിലുണ്ട് എന്നതിൻ്റെ അടയാളം. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഈ സ്നേഹത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ സ്നേഹവും അതുപോലെ അവനോടുള്ള സ്നേഹവും അതേക്കുറിച്ച് പണ്ഡിതന്മാർ വിവരിച്ച വാക്കുകൾ അത് നമ്മൾ പഠിച്ചാൽ, അത് നമ്മൾ അതേക്കുറിച്ച് ചിന്തിച്ചാൽ, അത് വിവരിക്കാൻ നമ്മുടെ ഭാഷയിൽ വാക്കുകൾ കിട്ടുമോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയും മഹത്തരമായ കാര്യമാണത്. നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ, അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളോട് കൽപ്പിക്കുകയാണ്. അവൻ്റെ അടിമകളോട് അവൻ പറയുകയാണ് എന്ത്? അവനെ സ്നേഹിക്കാൻ. അവൻ്റെ അടിമകളോട് അള്ളാഹു പറയുകയാണ് എന്നെ സ്നേഹിക്കുക എന്ന്. എങ്ങനെ? അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലൂടെ, അവൻ്റെ പേരുകളിലൂടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ നല്ലവരായ അടിമകളെ
സ്നേഹിച്ചു. എന്നിട്ട് അവനോടുള്ള സ്നേഹം അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തു. അങ്ങനെ അവർ അള്ളാഹുവിനെ സ്നേഹിച്ചു. നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ സ്നേഹമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഖുർആനിൽ ഈ പറഞ്ഞ ആയത്തുകളിൽ നോക്കൂ, യുഹിബ്ബുഹും വയുഹിബ്ബൂന, അവന്റെ സ്നേഹമാണ് അള്ളാഹു ആദ്യം പറഞ്ഞത്. യുഹിബ്ബുഹും വയുഹിബ്ബൂന, അവൻ സ്നേഹിക്കുന്നു, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ സ്നേഹം ഇട്ടുകൊടുത്തു. അള്ളാഹുവിനെ അവർ സ്നേഹിച്ചു. കാരണം മനുഷ്യന്റെ നഫ്സ് എന്ന് പറയുന്നത് എപ്പോഴും പൂർണ്ണതയെ സ്നേഹിക്കും. നിങ്ങൾ നോക്കൂ, സ്നേഹത്തിന്റെ ഏതേത് മാനദണ്ഡങ്ങൾ വെച്ച് നോക്കൂ, അള്ളാഹുവാണ് ഏറ്റവും സ്നേഹിക്കപ്പെടാൻ അർഹൻ. നമ്മൾ ആരെയാണ് സ്നേഹിക്കുക? മനുഷ്യന്റെ മനസ്സ് ആരെയാണ് സ്നേഹിക്കുക? ഭംഗിയെ സ്നേഹിക്കും. ഭംഗിയെ സ്നേഹിക്കുക മനുഷ്യന്റെ മനസ്സിന്റെ സ്വഭാവമാണ്. ആരാണ് ഏറ്റവും ഭംഗിയുള്ളത്? സുബ്ഹാൻ, അള്ളാഹുവിനേക്കാൾ ഭംഗിയുള്ള ആരുണ്ട്? അല്ലാഹു ജമീൽ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഏറ്റവും ഭംഗിയുള്ളവനാണ്. അതുപോലെ നോക്കൂ, മനുഷ്യന്റെ സ്വഭാവമാണ് എന്ത്? അവൻ ശക്തിയെ സ്നേഹിക്കും, അല്ലേ? ആൾ പവർഫുള്ളാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ തോന്നിവാസിയ ആളുകളുടെ പിന്നാലെ വരെ ആളുകൾ ഒരു തരം ആരാധന മനസ്സോടെ പോകുന്നത് കാണാം. ആരാണ് ഏറ്റവും ശക്തിയുള്ളവൻ? അള്ളാഹുവാണ്. അവനേക്കാൾ ശക്തിയുള്ള മറ്റാരുണ്ട്? അതുപോലെ മനുഷ്യർ വിട്ടുകൊടുക്കുന്ന, മാപ്പ് കൊടുക്കുന്ന സ്വഭാവമുള്ളവരെ സ്നേഹിക്കും. ആരാണ് ഏറ്റവും വിട്ടുതരുന്നവൻ? അള്ളാഹുവാണ്. കാരുണ്യമുള്ളവർ സ്നേഹിക്കും. ആരാണ് ഏറ്റവും കാരുണ്യമുള്ളവൻ? റഹ്മാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല. ഏതേത് മാനദണ്ഡം, ആളുകൾ സ്നേഹിക്കും, പണമുള്ളവരെ സ്നേഹിക്കും. ആകാശഭൂമികളുടെ ഖജനാവുകൾ ആരുടെ കയ്യിലാണ്? ഏറ്റവും ഖനിയാനാണ്, അള്ളാഹുവാണ്. ഏത് മാനദണ്ഡം എടുത്തു വെച്ച് നോക്കൂ നിങ്ങൾ. പൂർണ്ണതയെ സ്നേഹിക്കുക എന്നത് നഫ്സിന്റെ സ്വഭാവമാണ്. എങ്കിൽ അള്ളാഹുവാണ് ഏറ്റവും സ്നേഹിക്കപ്പെടാൻ അർഹനായിട്ടുള്ളത്. കാരണം അള്ളാഹു റബ്ബുൽ ആലമീൻ, അതുകൊണ്ടാണ് റബ്ബ് അവന്റെ ഈ വിശേഷണങ്ങൾ പറഞ്ഞ് ഖുർആനിൽ ഇത് നമ്മെ ആവർത്തിച്ചറിയിച്ച് എന്താണ് അതിലൂടെ അവൻ നമ്മോട് പറയുന്നത്? അവനെ സ്നേഹിക്കാൻ. കാരണം സ്നേഹമില്ലാതെ ഇബാദത്തില്ല. ഇബാദത്തിന്റെ മജ്ജ അത് സ്നേഹമാണ്. മഹബ്ബത്തില്ലാതെ എന്തില്ല? സ്നേഹമില്ല. അള്ളാഹു നോക്കൂ, അവന്റെ വിശേഷണങ്ങൾ അറിയിച്ചുകൊണ്ട് സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതുപോലെ രണ്ടാമത് അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മൾ ശരിക്കും ആലോചിക്കുക. ഒന്ന്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെല്ലാം അവനെ സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ. കാരണം മനുഷ്യന്റെ മനസ്സ്, അവന്റെ ഹൃദയം ഉപകാരം ചെയ്ത ആളെ സ്നേഹിക്കുക എന്നത് മനുഷ്യന്റെ പൊതുവായ സ്വഭാവമാണ്. ഒരു ചെറിയ ഉപകാരമാണെങ്കിൽ കൂടി, നമ്മളൊരു സ്ഥലത്തൂടെ പോകുമ്പോൾ ഒരാളോട് വഴിയിൽ കണ്ടാവും, നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരാളോട് പോകാനുള്ള സ്ഥലത്തേക്കുള്ള വഴി ചോദിച്ചു, അയാൾ വഴി പറഞ്ഞു തന്നു. നമുക്ക് അയാളോട് മനസ്സിൽ തോന്നുന്ന ഒരു സ്നേഹമുണ്ട്, മനസ്സിൽ അയാളോട് തോന്നുന്ന ഒരു അങ്ങോട്ടേക്കുള്ള ചായ. എന്തേ ചെയ്തു തന്നത്? ഒരു പരിചയമില്ല അതിനു മുമ്പ്, അയാൾ വഴി പറഞ്ഞു തന്നു. ചെറിയൊരു ഉപകാരം. ഒരു സ്ഥലത്ത് എന്തെങ്കിലും എഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, എവിടെയെങ്കിലും പേന കാണാനില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ നമുക്ക് പേന വെച്ച് നീട്ടി, അതുകൊണ്ട് എഴുതി. ആ ചെറിയ ഉപകാരത്തിന് നമുക്ക് തോന്നുന്ന ഒരു അടുപ്പമുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകിയ അനുഗ്രഹങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകിയത് റബ്ബാണ്. പ്രയാസങ്ങളിൽ തുറവി തരുന്നത്, അത് നീക്കി തരുന്നത് റബ്ബാണ്. എല്ലാ നിലക്ക് നോക്കിയാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, അള്ളാഹു നൽകിയത് അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ, നാം അവന് 2 കണ്ണുകൾ നൽകിയില്ലേ? വലിസാനൻ വശഫതൈൻ, നാവും 2 ചുണ്ടുകൾ നൽകിയില്ലേ? എന്തിനാണ് റബ്ബ് ഇത് പറയുന്നത്? അവനെ നീ സ്നേഹിക്കാൻ. അള്ളാഹു റബ്ബുൽ ആലമീൻ നിന്നോട് പറയുകയാണ് അവനെ സ്നേഹിക്കാൻ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ തീർന്നില്ല. ഈ കണ്ട ഭൗതികമായ അനുഗ്രഹങ്ങൾക്കെല്ലാം വലുത് അള്ളാഹു സിറാത്തുൽ മുസ്തഖീം ഏതാണ്, നേരായ വഴി ഏതാണ്, അത് റബ്ബുൽ ആലമീൻ നമുക്ക് വിവരിച്ചു തന്നു, കാണിച്ചു തന്നു. എന്നല്ല, നിങ്ങൾ നോക്കൂ, നമുക്ക് ഇഷ്ടം തോന്നുന്ന ദുനിയാവിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യം, ചെറിയ മക്കളുടെ മുഖത്തേക്ക് നമ്മുടെ കുട്ടികൾ നോക്കിയാൽ അവരുടെ ചിരി കണ്ടാൽ നമ്മുടെ മനസ്സിൽ സന്തോഷം തോന്നും.
പെട്ടെന്ന് ആവശ്യമുള്ള സന്ദർഭത്തിൽ കുറച്ച് പൈസ എവിടുന്നെങ്കിലും വന്നു കിട്ടിയാൽ സന്തോഷം തോന്നും. ഏതേത് നല്ലൊരു വസ്ത്രം കിട്ടിയാൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന ദുനിയാവിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതൊക്കെ ആരുണ്ടാക്കിയതാണ്? അള്ളാഹു ഉണ്ടാക്കിയതാണ്. നമ്മെ സന്തോഷിപ്പിക്കുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഔദാര്യത്തിൽ നിന്നുള്ളതാണ് അത് മുഴുവൻ. മാത്രമല്ല അവനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നു. അവനെ സ്നേഹിക്കാൻ ഏതിലൂടെ ഒരടിമ അവനെ ധിക്കരിച്ചുകൊണ്ട് അവന്റെ കൽപ്പന അനുസരിക്കാതെ റബ്ബിൽ നിന്ന് അകന്നു പോയാൽ അള്ളാഹു അവനെ പെട്ടെന്ന് ശിക്ഷിക്കുന്നില്ല. അവന്റെ തിന്മ ആളുകളെ അറിയിച്ച് അള്ളാഹു അവനെ വഷളാക്കുന്നില്ല. അള്ളാഹു അവൻ നൽകിയ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് പിടിച്ചെടുക്കുന്നില്ല. മറിച്ച് അള്ളാഹു വീണ്ടും അനുഗ്രഹങ്ങൾ നൽകുകയാണ്. എന്നിട്ടോ പിന്നീട് അള്ളാഹു റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാൻ അവനെ ഓർമ്മപ്പെടുത്തുകയാണ്. അവന് ചില കാര്യങ്ങളിലൂടെ അള്ളാഹു പാഠം പഠിപ്പിക്കും. എന്തിനു വേണ്ടിയാണ്? ഖേദിച്ചു മടങ്ങാൻ. നീ നിന്റെ യഥാർത്ഥ യജമാനിൽ നിന്ന് അകന്ന് നിന്റെ ശത്രുവിലേക്കാണ് ഇപ്പോൾ അടുത്തിട്ടുള്ളത്. നിന്നെ ഏറ്റവും സ്നേഹിക്കുന്ന നിന്റെ ഉമ്മയേക്കാൾ നിന്നോട് കാരുണ്യമുള്ള അള്ളാഹുവിൽ നിന്നാണ് നീ അകന്നത്. നീ ഇപ്പോൾ അടുത്തിട്ടുള്ളത് നിന്റെ ശത്രുവിനോടാണ്, പിശാചിനോടാണ്. അത് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. അത് അവനെ സ്നേഹിക്കാൻ അവൻ അതിലൂടെ നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു നേരത്തെ പറഞ്ഞ ആയത്തിൽ എന്തു പറഞ്ഞത്? വഹുവൽ ഗഫൂറുൽ വദൂദ്. അള്ളാഹു ഗഫൂറാണ്, വദൂദാണ്. അവൻ പുറത്തു തരുന്നവനും സ്നേഹിക്കുന്നവനുമാണ്. നോക്കൂ, ചിലപ്പോൾ പടപ്പുകളിൽ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും അക്രമം ചെയ്താൽ എന്നിട്ട് അയാൾ മാപ്പ് ചോദിക്കാതിരിക്കുകയോ ചെയ്താൽ ചിലപ്പോൾ നമ്മളയാൾക്ക് പുറത്തു കൊടുത്തേക്കും, വിട്ടുകൊടുത്തേക്കും, പോട്ടേന്ന് വെച്ചേക്കും. പക്ഷെ ചിലപ്പോൾ അയാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണമെന്നില്ല, സ്നേഹിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരികയും സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് ആ രണ്ടുപേർ അള്ളാഹു ഒരുമിച്ച് പറഞ്ഞു, വഹുവൽ ഗഫൂറുൽ വദൂദ്. അവൻ ഗഫൂറാണ്, അവനേറെ പൊറുക്കുന്നവനാണ്, അവനേറെ സ്നേഹിക്കുന്നവനാണ്. അതോടൊപ്പം അള്ളാഹു അവന്റെ ഔലിയായിനെ, അവന്റെ ഇഷ്ടദാസന്മാരെ, അള്ളാഹുവിന്റെ വലികൾ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹു സ്നേഹിക്കുന്നവരാണ്. അവർക്ക് അള്ളാഹു നൽകുന്ന കാര്യങ്ങളാകട്ടെ, അവന്റെ സ്നേഹത്താൽ നൽകുന്ന കാര്യങ്ങളാകട്ടെ നമുക്ക് എണ്ണാനോ കണക്കാക്കാനോ സാധ്യമല്ല. അത്രയും അധികമുണ്ട്. അള്ളാഹുവിന്റെ ഔലിയായിന് അവൻ നൽകുന്ന അവന്റെ മഹബത്തിന്റെ ആസാർ, അവന്റെ സ്നേഹത്തിന്റെ അതിന്റെ ഫലങ്ങൾ നമുക്ക് എണ്ണാൻ സാധിക്കാത്ത അത്രയുമുണ്ട്. ഇനി അള്ളാഹുവിനോട് അവന്റെ ഔലിയായിനുള്ള സ്നേഹം, നല്ലവരായ അവന്റെ അടിമകളുടെ സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഫഹുവ റൂഹുഹും വറൗഹുഹും വഹയാതുഹും വസുറൂറുഹും. അതാണ് അവരുടെ ജീവൻ. അള്ളാഹുവിനോടുള്ള സ്നേഹം അതാണ് അവരുടെ ജീവൻ, അവരുടെ ആശ്വാസം അതാണ്, അവരുടെ ജീവിതം അതാണ്, അവരുടെ എല്ലാ സന്തോഷവും അതാണ്, അവരുടെ വിജയത്തിനും സൗഭാഗ്യത്തിനുമുള്ള കാരണം അതാണ്. ആ മഹബത്ത് കൊണ്ടാണ് യഥാർത്ഥ മുഅ്മിനുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്. ആ സ്നേഹം കൊണ്ടാണ് അള്ളാഹുവിന് അവന്റെ അടിമകൾ ശുക്ർ ചെയ്യുന്നത്, അവനെ സ്തുതിക്കുന്നത്, അവനെ വാഴ്ത്തുന്നത്, അവരുടെ നാവ് എപ്പോഴും അവന്റെ സ്മരണയിലായിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ വളരെ ഇഷ്ടമുള്ള ഒരാൾ, വളരെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും അത്, അല്ലേ? എഴുന്നേറ്റാൽ ആദ്യം അത് ഓർമ്മ വരും. അപ്പോൾ നോക്കൂ, ഇഷ്ടമുള്ളൊരു കാര്യം സംഭവിച്ചു, ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് ഓർമ്മ വരും. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം അത് ഓർമ്മ വരും. അല്ലാഹു റബ്ബുൽ ആലമീൻ അവസാനം ആരെ സ്മരിച്ചിട്ട് കിടക്കാനാണ് നമ്മളോട് പറഞ്ഞത്? റബ്ബിനെയാണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ദുആയിനെ കുറിച്ച്? അവന്റെ അവസാന വാക്കുകളിൽ ഒന്ന് അതായാൽ, അതിലായി മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ് എന്നാണ്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് എന്ന് തുടങ്ങുന്ന ദുആ എഴുന്നേറ്റാൽ ആരെയാണ് ആദ്യം മുഅ്മിൻ സ്മരിക്കുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. ഒരു അപകടം, അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നമുക്ക് പ്രിയമുള്ളവരെ ഓർമ്മ വരും. ഒരു അപകടത്തിൽ പെടുമെന്ന് വന്നാൽ മക്കളെ ഓർമ്മ വരും, പ്രിയമുള്ളവർ ഓർമ്മ വരും. ഏത് സന്ദർഭത്തിനാണ് അള്ളാഹുവിനെ ഓർക്കാൻ അള്ളാഹു പറയാത്തത്? ഏതേത് സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ മുഅ്മിനുകൾ ഓർക്കുന്നു. അവരുടെ നാവ് അവന്റെ സ്മരണ കൊണ്ട് പച്ച പിടിച്ചതായിരിക്കുന്നു, അവനോടുള്ള അവരുടെ സ്നേഹം കൊണ്ടാണ്. അവരുടെ അവയവങ്ങൾ കൊണ്ട്
അവർ അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റുന്നത്, അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത് എന്തുകൊണ്ടാണ്? റബ്ബിനോടുള്ള സ്നേഹം കൊണ്ടാണ്. റബ്ബിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അവരുടെ ഹൃദയങ്ങൾ അള്ളാഹു അല്ലാത്തവരിൽ അവലംബിക്കാതെ അവർ പിടിച്ചു വെക്കുന്നത് റബ്ബിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അള്ളാഹു അല്ലാത്തവരെ ഭയപ്പെടാതെ, അവരിൽ പ്രതീക്ഷ അർപ്പിക്കാതെ. അതുപോലെ അവയവങ്ങളെ അവർ തിന്മകളിൽ നിന്ന് പിടിച്ചു വെക്കുന്നു. എന്തുകൊണ്ടാണ്? അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട്. എന്നു മാത്രമല്ല, അവരുടെ ദീനിയായ സ്നേഹവും അവരുടെ പ്രകൃതിപരമായ സ്നേഹവും ഒക്കെ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ പിന്നാലെയാണ്. നമ്മൾ മുഅ്മിനുകൾ അള്ളാഹുവിൻ്റെ നബിമാരെ സ്നേഹിക്കുന്നു. ആർക്കു വേണ്ടി? അള്ളാഹുവിന് വേണ്ടി. അള്ളാഹുവിനോടുള്ള സ്നേഹമോ ഒരാൾക്കും വേണ്ടിയല്ല. അതുപോലെ നോക്കൂ, അവരുടെ മനുഷ്യൻ എന്ന മനുഷ്യൻ ആണല്ലോ അവർ, മനുഷ്യരാണല്ലോ. പ്രകൃതിയാ മനുഷ്യന് സ്നേഹം തോന്നുന്ന ആളുകളുണ്ട്. ഉദാഹരണത്തിന് മാതാപിതാക്കൾ. ഒരുപക്ഷെ അവർ മുസ്ലിമീങ്ങളല്ലെങ്കിൽ കൂടി അവന് ഒഴിവാക്കാൻ സാധിക്കാത്തൊരു സ്നേഹം ഉണ്ടാകും അവരോട്. അത് പ്രകൃതിയാലുള്ള സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂ താലിബിനോടുള്ള ഉണ്ടായ സ്നേഹം അത് ദീനിയായ സ്നേഹമല്ല, മറിച്ച് തബീഅത്തിലുള്ള സ്നേഹമാണത്. തബീഇയായ സ്നേഹം എന്ന് പറയും. അത് ഒഴിവാക്കാൻ സാധിക്കുകയില്ല. അത് ഒഴിവാക്കുക ഒരാൾക്ക് സാധിക്കുകയില്ല. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒരു ഉപകാരം ഒരാൾ നമുക്ക് ചെയ്തു തന്നു, അയാളോട് നമുക്ക് തോന്നുന്ന ഒരു സ്നേഹമുണ്ട്. അത് മനുഷ്യന്റെ പ്രകൃതിയല്ല, നമുക്കത് ഒഴിവാക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ മുസ്ലിം ആയിരിക്കില്ല. അത് എന്തിൻ്റെ പേരിലുള്ള സ്നേഹമാണ്? ആ ചെയ്തു തന്ന ഉപകാരത്തിൻ്റെ പേരിലുള്ള സ്നേഹമാണ്. എന്നാൽ ദീനിയായ സ്നേഹമുണ്ട്. അത് അവരോട് പാടില്ല. അത് അവരോട് പാടില്ല. പ്രകൃതിയാ നമുക്ക് യാതൊരു ഇഖ്തിയാറുമില്ലാത്ത, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരു സ്നേഹമുണ്ട്. ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അത് ഒഴിവാക്കാൻ സാധിക്കില്ല. ആ സ്നേഹമുണ്ട്. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അതുപോലും അവർ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആക്കി തീർക്കും. ഭക്ഷണം കഴിക്കുന്നത്, ഉറങ്ങുന്നത്, ഏതേത് കാര്യം, ദുനിയവിയായ കാര്യം ചെയ്യുന്നു, അള്ളാഹുവിനെ അനുസരിക്കാൻ ശക്തി നേടാൻ വേണ്ടിയായിരിക്കും അവരത് ഉപയോഗിക്കുക. അപ്പൊ നോക്കൂ നിങ്ങൾ, അവരുടെ സ്നേഹം മുഴുവൻ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ താല്പര്യമായി തീർന്നിരിക്കുന്നു. ഈ സ്നേഹം വർദ്ധിക്കാൻ, ഇതിൻ്റെ അളവ് വർദ്ധിക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ്? ഇതൊക്കെ എത്രയാണ് ഇതിൻ്റെ തോതുണ്ടാവുക? അള്ളാഹുവിനോടുള്ള സ്നേഹം അവന് എത്രമാത്രം ശക്തമാണോ അതിനനുസരിച്ചായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരോടുള്ള ഇഷ്ടം, അള്ളാഹു സ്നേഹിക്കുന്ന കാര്യങ്ങളോടുള്ള സ്നേഹം, അള്ളാഹു സ്നേഹിക്കുന്ന പ്രവർത്തനങ്ങളോടുള്ള സ്നേഹം, അള്ളാഹുവിൻ്റെ നബിമാരോട് മുഅ്മിനുകളോടുള്ള ഒക്കെ സ്നേഹം, അള്ളാഹുവിനോടുള്ള ഒരുവൻ്റെ സ്നേഹം എത്ര ശക്തമാണോ അത്രയും ശക്തമായിരിക്കും. അള്ളാഹുവിനെ പോലെ ഒരാളുമില്ല, അള്ളാഹുവിനെ പോലെ ആരുമില്ല. അതുപോലെ ശ്രദ്ധിക്കുക, അള്ളാഹുവിനെ പോലെ ആരുമില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ ഔലിയാഇൻ്റെ മനസ്സിൽ അവനോടുള്ള സ്നേഹം പോലെ മറ്റൊന്നിനോടും സ്നേഹമില്ല. അള്ളാഹുവിനെ പോലെ ആരുമില്ല എന്നതുപോലെ അള്ളാഹുവിൻ്റെ ഔലിയായിന് അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം പോലെ മറ്റൊരാളോടും അവർക്ക് സ്നേഹമില്ല. സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക, അള്ളാഹുവിനെ പോലെ ഒരാളുമില്ല. അള്ളാഹുവിൻ്റെ ഔലിയായിന്, അവനെ ഏറ്റവും സ്നേഹിക്കുന്നവർക്ക് അവനോടുള്ള സ്നേഹം പോലെ മറ്റൊരു സ്നേഹവും അവരുടെ ഹൃദയങ്ങളിലില്ല. നിങ്ങൾ ഈ കാര്യം ശരിക്കും ചിന്തിക്കുക. ഏതൊക്കെ കാര്യങ്ങളിൽ പടപ്പുകളോട് ആരോടെങ്കിലുമുള്ള നമ്മുടെ സ്നേഹം, അതൊരു കാരണമുണ്ടാകും, അതിനൊരു ലക്ഷ്യമുണ്ടാകും. എന്നാൽ അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. പടപ്പുകളോടുള്ള സ്നേഹത്തിൻ്റെ കാരണം ചിന്തിച്ചു നോക്കൂ. രണ്ടും തമ്മിൽ ഒരു നിലക്കും സാമ്യപ്പെടുന്നില്ല. അള്ളാഹുവിനെ സ്നേഹിക്കാൻ ഞാൻ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ പറഞ്ഞു. ഒന്ന് അവൻ്റെ വിശേഷണങ്ങൾ, അതുപോലെ അവൻ്റെ അനുഗ്രഹങ്ങൾ. ഈ 2 സൃഷ്ടികളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എവിടെ നിൽക്കുന്നവർ, അവരുടെ വിശേഷണങ്ങൾ എത്ര അപൂർണമാണ്, അതെത്ര ന്യൂനതകൾ നിറഞ്ഞതാണ്. അവർ നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ അതെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഇനി നിങ്ങൾ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. സൃഷ്ടികളോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന കാര്യം, നമുക്ക് കിട്ടുന്ന കാര്യം, എന്നാൽ അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് ലഭിക്കുന്ന കാര്യം, അതിൻ്റെ ലക്ഷ്യം, യാ സുബ്ഹാനല്ലാഹ്, രണ്ടും തമ്മിൽ ഒരു നിലക്കും സാദൃശ്യപ്പെടുന്നില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണ് എന്നല്ല. സൃഷ്ടികളോടുള്ള സ്നേഹം
അത് ആരോടായാലും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അത് അള്ളാഹുവിന് വേണ്ടിയല്ലെങ്കിൽ അത് നമുക്ക് ഒരു അദാബായി തീരുകയാണ് ചെയ്യുക. ദുനിയാവിൽ തന്നെ അത് നമുക്ക് പ്രയാസകരമായി തീരും. ദുനിയാവിൽ തന്നെ ആ സ്നേഹം നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസവുമാണ് ഉണ്ടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അഹ്ബിബ് മാ ശിഅത ഫഇന്നക മുഫാരിഖു വഅമൽ മാ ശിഅത ഫഇന്നക മുലാഖീഹ്. നീ ഉദ്ദേശിക്കുന്നത് നീ സ്നേഹിച്ചോളൂ, നീ അതിനെ പിരിയും. ഉദ്ദേശിക്കുന്നത് സ്നേഹിച്ചോളൂ എന്ന് പറയുന്നത് കൽപ്പനയല്ല, ചെയ്യാനുള്ള കൽപ്പനയല്ല, മറിച്ച് എന്തിനു സ്നേഹിച്ചാലും ശരി എന്ന അർത്ഥത്തിലാണത്. നീ അതിനെ പിരിയും. ദുനിയാവിൽ നമുക്ക് എത്ര പ്രിയമുള്ളവരാണോ നമ്മളത് പിരിയും. വഅമൽ മാ ശിഅത, നീ ഉദ്ദേശിച്ച് നീ പ്രവർത്തിച്ചോളൂ, ഫഇന്നക മുലാഖീഹ്, നീ അത് കാണും. ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും നീ അത് കാണും. അപ്പൊ നോക്കൂ നിങ്ങൾ, സ്നേഹത്തിന്റെ കാരണവും അതുകൊണ്ടുണ്ടാകുന്ന ഫലവും അതിന്റെ ലക്ഷ്യവും, അള്ളാഹുവിനോടുള്ള സ്നേഹവും അതിന്റെ കാരണത്തെക്കുറിച്ചും അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ചിന്തിച്ചു നോക്കൂ. പടപ്പുകളോടുള്ള സ്നേഹവും അതിന്റെ കാരണവും ലക്ഷ്യവും ചിന്തിച്ചു നോക്കൂ. അടുത്തത്, പടപ്പുകളോടുള്ള ആളുകളോടുള്ള സ്നേഹത്തിന്റെ അളവ് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ ഔലിയ, യഥാർത്ഥ മുഅ്മിനുകൾ, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്ര ഒരു പടപ്പുകളെയും സ്നേഹിക്കുകയില്ല. അള്ളാഹുവിനെ പോലെ ഒരു സൃഷ്ടിയും അവർ സ്നേഹിക്കുകയില്ല. ഹത്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം വരെ ഫില്ലാ, അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം അത് ഒരാൾക്കും വേണ്ടിയല്ല. ഇനി പ്രിയമുള്ളവരെ, സൃഷ്ടികളോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് ഹൃദയത്തിൽ ലഭിക്കുന്ന സന്തോഷം, അതുകൊണ്ട് നമുക്ക് ഹൃദയത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ആസ്വാദനം, ഇത് റബ്ബിനോടുള്ള സ്നേഹം കൊണ്ടുള്ള രുചിയും ആസ്വാദനവും അതുകൊണ്ടുള്ള സന്തോഷവും ഒരിക്കലും ഒരു സൃഷ്ടിയോടുള്ള സ്നേഹം കൊണ്ട് ലഭിക്കുകയില്ല. മറിച്ച് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ്റെ ഔലിയായിന് അത് അനുഭവിക്കാൻ സാധിച്ചവർക്ക് അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷം അത് ഏറ്റവും വലിയ സന്തോഷമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുവിനെ നോക്കിക്കാണുക, അതാണ്. അതുപോലെ ദുനിയാവിലെ ഏറ്റവും വലിയ സന്തോഷം യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റും അവനെ അനുസരിക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അടിമയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷമാണ്. ഇത് പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങളിൽ പലർക്കും ഇതിൻ്റെ തോത് മനസ്സിലാകാത്തത് നമ്മളിവിടെ എത്താത്തത് കൊണ്ടാണ്. ആ മഹബത്ത് ശരിയായ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിൽ കടക്കാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്. അത് അള്ളാഹുവിനെ അനുസരിക്കുന്ന, അവനെ യഥാവിധി അനുസരിക്കുന്ന, അവനെ യഥാവിധി സൂക്ഷിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു നൽകുന്ന സന്തോഷമാണ്. റബ്ബ് അത് നമുക്ക് നൽകുമാറാകട്ടെ. നോക്കൂ, അതുപോലെ സൃഷ്ടികളോടുള്ള സ്നേഹം ഒരിക്കലും റബ്ബിനോടുള്ള സ്നേഹം പോലെയല്ല അവൻ്റെ ഔലിയായിന്. ഏത് കാര്യത്തിൽ കൂടി ആ സ്നേഹത്തിൻ്റെ നിലനിൽപ്പ്, അടിമകളോടുള്ള സൃഷ്ടികളോടുള്ള സ്നേഹം അത് മുറിഞ്ഞു പോകും, അവരെ പിരിയും. എന്നാൽ റബ്ബിനോടുള്ള സ്നേഹം അത് നിലനിൽക്കുന്ന സ്നേഹമാണ്. എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം അത് സ്വർഗത്തിലെത്തുന്നതോടുകൂടി അവസാനിക്കും. മനസ്സിലായില്ലേ? പിന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള താലീം അവിടെ ഉണ്ട്. അള്ളാഹുവിൻ്റെ മഹത്വം, അവൻ്റെ ഗാംഭീര്യം മനസ്സിലുണ്ടാവുക അത് ബാക്കിയുണ്ട്. പക്ഷെ അവൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം അത് സ്വർഗത്തിലെത്തുന്നതോടെ അവസാനിച്ചു. കാരണം അവൻ ആ ശിക്ഷയിൽ നിന്ന് സ്വർഗവാസികൾക്ക് നിർഭയത്വമേകി. ഇനി പേടിക്കേണ്ടെന്ന് റബ്ബ് പറഞ്ഞു, ഇനി നിങ്ങൾ പേടിക്കേണ്ടതില്ല. പക്ഷേ അള്ളാഹുവിനോടുള്ള എന്ത് ബാക്കിയാകും? സ്നേഹം അത് മുറിയുകയില്ല, അത് സ്വർഗത്തിലും മുറിയുകയില്ല. നോക്കൂ, അതുപോലെ സൃഷ്ടികളോടുള്ള സ്നേഹം അത് പല കല്ലുകടിയും കയ്പുനീരും നിറഞ്ഞതാണ്. എത്ര സ്നേഹമുള്ളവരാണെങ്കിലും അതിൽ കല്ലടി ഉണ്ടാവും, അത് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരും. എന്നാൽ റബ്ബിനോടുള്ള സ്നേഹം അതിൽ എന്തില്ല, ഒരു കല്ലുകടിയുമില്ല. അവൻ്റെ ഔലിയ, അവനോടുള്ള സ്നേഹം അത് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത, ഒരിക്കലും വെറുപ്പ് കലരാത്ത സ്നേഹമാണ്. അവൻ്റെ മുഅ്മിനുകൾക്ക്, യഥാർത്ഥ മുഅ്മിനുകൾക്ക് അവനോടുള്ള സ്നേഹം. ഒരു മുഅ്മിൻ അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് നേടാൻ പരിശ്രമിക്കുന്നവനാണ്. കാരണം അവൻ ഖുർആനിൽ, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ ഒരു മുഅ്മിൻ പരിശോധിക്കും അള്ളാഹു ആരെയാണ് സ്നേഹിക്കുന്നത്.
അള്ളാഹു മുഅ്മിനുകളെ സ്നേഹിക്കും. അല്ലാഹു യുഹിബ്ബുൽ മുഅ്മിനീൻ. അള്ളാഹു അവനെ സൂക്ഷിക്കുന്നവരെ സ്നേഹിക്കും. തഖ്വയുള്ളവരെ അള്ളാഹു സ്നേഹിക്കും. അല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. അവൻ ക്ഷമാശീലരെ സ്നേഹിക്കും. അവനിൽ തവക്കുലാക്കുന്നവരെ സ്നേഹിക്കും. അവൻ ധാരാളമായി തൗബ ചെയ്യുന്നവരെ സ്നേഹിക്കും. അല്ലാഹു യുഹിബ്ബുത് തവ്വാബീൻ വ യുഹിബ്ബുൽ മുതതഹിരീൻ. അവൻ ശുചിത്വം പാലിക്കുന്നവരെ സ്നേഹിക്കും. കാരണം തൗബ എന്നത് ഉള്ളു ശുദ്ധീകരിക്കലാണ്. ശുചിത്വം എന്നത് അത് ശരീരം ശുദ്ധീകരിക്കലാണ്. അതാണ് രണ്ടും ഒരുമിച്ച് പറഞ്ഞത്. അല്ലാഹു യുഹിബ്ബുത് തവ്വാബീൻ വ യുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു ധാരാളമായി തൗബ ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു. അല്ലാഹു വൃത്തിയുള്ളവരെ സ്നേഹിക്കുന്നു. തതഹുർ എന്നത് ശരീരത്തിന്റെ ശുദ്ധി സൂചിപ്പിക്കുന്ന വാക്കാണ്. അതുപോലെ തൗബ അത് ഉള്ളു ശുദ്ധീകരിക്കലാണ്. പാപങ്ങളുടെ കറയിൽ നിന്ന് അകം ശുദ്ധീകരിക്കലാണ് തൗബ. അള്ളാഹു സത്യസന്ധതയുള്ളവരെ സ്നേഹിക്കുന്നു. അതുപോലെ അള്ളാഹു വെറുക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുകയില്ല എന്ന് ഖുർആനിൽ പറഞ്ഞ പല കൂട്ടരുമുണ്ട്. അള്ളാഹു അവരെ സ്നേഹിക്കുകയില്ല എന്ന് അതിൽ ഉൾപ്പെടാതിരിക്കാൻ മുഅ്മിനുകൾ ഏറ്റവും നന്നായി പരിശ്രമിക്കും. അള്ളാഹു അവനെ നിഷേധിച്ചവരെ കാഫിറുകളെ അള്ളാഹു സ്നേഹിക്കുകയില്ല. അള്ളാഹു അക്രമികളെ സ്നേഹിക്കുകയില്ല. അള്ളാഹു അഹങ്കാരികളെ സ്നേഹിക്കുകയില്ല. അള്ളാഹു പൊങ്ങച്ചക്കാരെ സ്നേഹിക്കുകയില്ല. അള്ളാഹു അതിരുവിടുന്നവരെ സ്നേഹിക്കുകയില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. അവരിൽ ഉൾപ്പെടാതിരിക്കാൻ മുഅ്മിനുകൾ ശ്രദ്ധിക്കും. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കാൻ, അവനെ ധിക്കരിക്കാതിരിക്കാൻ മുഅ്മിൻ അവൻ ശ്രദ്ധിക്കും. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ അവൻ ഇഷ്ടപ്പെടും. അവൻ അംബിയായിനെ ഇഷ്ടപ്പെടും. അംബിയായിനെ പിൻപറ്റിയ മുഅ്മിനുകളെ സ്നേഹിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വ ആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ. അൻസാറുകളെ സ്നേഹിക്കുക എന്നത് ഈമാനിന്റെ അടയാളമാണ്. അൻസാറുകളെ വെറുക്കുക എന്നത് നിഫാഖിന്റെ അടയാളമാണ്. അൻസാറുകൾ, മുഹാജിറുകൾ, ഈ രണ്ടു കൂട്ടരാണ് സഹാബിമാർ. അതിൽ ശ്രേഷ്ഠത കൂടിയത് മുഹാജിറുകൾക്കാണ്. കാരണം അവർക്ക് ഹിജ്റയും ഉണ്ട്, നുസ്റയും ഉണ്ട്. അവർ ഹിജ്റയും ചെയ്തു, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സഹായിക്കുകയും ചെയ്തു. ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജു എന്ന് തുടങ്ങുന്ന ആയത്തിൽ അവർ മുഹാജിറുകളാണ് എന്ന് അള്ളാഹു പറഞ്ഞു. അതുപോലെ ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വയൻസുറൂന അല്ലാഹു റസൂല. അവർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെ സഹായിക്കുകയും ചെയ്തു. അവർക്ക് ഹിജ്റയും ഉണ്ട്, നുസ്റയും ഉണ്ട്. അൻസാറുകളുടെ സ്വഭാവവും അൻസാറുകളുടെ വിശേഷണവും അവർക്കുണ്ട്. അതോടൊപ്പം അവർക്ക് ഹിജ്റയും ഉണ്ട്. മുഹാജിറുകളാണ് ശ്രേഷ്ഠത കൂടിയവർ. പക്ഷെ അൻസാറുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് എന്ത്? അവരെ സ്നേഹിക്കുക എന്നത് ഈമാന്റെ അടയാളമാണ്. അവരെ വെറുക്കുക നിഫാഖിന്റെ അടയാളമാണ്. അപ്പൊ മുഹാജിറുകളുടെ സ്ഥിതി എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനുകളെ സ്നേഹിക്കുക. അവരിൽ മുമ്പന്മാരാണ് സഹാബിമാർ. അവരെ സ്നേഹിക്കുക. അള്ളാഹു സ്നേഹിക്കുന്നവരാണ് അവർ. അവരെ സ്നേഹിക്കുക. അഹ്ലു സുന്നത്തിനെ സ്നേഹിക്കുക. അതിന്റെ ഇമാമുമാരെ സ്നേഹിക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ, അവരോടുള്ള സ്നേഹം അത് അള്ളാഹു സ്നേഹിക്കുന്നവരാണ്. അവരെ സ്നേഹിക്കുക എന്നത് ഈമാനിന്റെ അടയാളമാണ്. അവരെ വെറുക്കുക എന്നത് നിഫാഖിന്റെ, കുഫറിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. മുഅ്മിനുകൾ അത് സ്നേഹിക്കുന്നു. അതുപോലെ അള്ളാഹുവിന്റെ കലാം മുഅ്മിനുകൾ സ്നേഹിക്കുന്നു. ഖുർആനെ അവർ സ്നേഹിക്കുന്നു. ഖുർആൻ കേൾക്കാൻ, ഖുർആൻ പഠിക്കാൻ, ഖുർആൻ ഓതാൻ. അള്ളാഹുവിന്റെ കലാമാണ്, റബ്ബിന്റെ സംസാരമാണ്. അതിനവർ സ്നേഹിക്കും. നമ്മളൊന്ന് പറയൂ, നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ, വളരെ സ്നേഹമുള്ള ഒരാൾ, ആ സ്നേഹമുള്ള ആളുടെ സംസാരം കേൾക്കാൻ നമുക്ക് ഇഷ്ടമായിരിക്കും. അയാളുമായി സംസാരിച്ചിരിക്കുക എന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും, അല്ലേ? മുഅ്മിൻ അതുപോലെ അള്ളാഹുവിനെ അവൻ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് അവന് നിസ്കാരം ഏറ്റവും ഇഷ്ടമായിരിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, നിനക്ക് റബ്ബിനോടുള്ള സ്നേഹം നിന്റേത് അളക്കണോ, ഇതിന്റെ നിസ്കാരം അളന്നാൽ മതി. മനസ്സിലായില്ലേ? നിസ്കാരം അളന്നാൽ മതി. കാരണം അത് അള്ളാഹുമായുള്ള സംഭാഷണമാണ്, അള്ളാഹുമായുള്ള മുനാജാത്താണ്. അതിഷ്ടമല്ലേ? അതിനോട് മടിയാണോ? താല്പര്യമില്ലേ? എന്താണ് സൂചിപ്പിക്കുന്നത്? അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിലെ കുറവാണ്, തഖ്വയിലുള്ള കുറവാണത് സൂചിപ്പിക്കുന്നത്. കാരണം മുഅ്മിൻ കാണുന്നത് തൻ്റെ റബ്ബുമായി സംസാരിക്കാനുള്ള അവസരമായിട്ടാണ്. ഇന്നൽ മുസല്ലി യുനാജി റബ്ബഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിസ്കരിക്കുന്നവൻ തൻ്റെ റബ്ബുമായുള്ള മുനാജാത്തിലാണ്, സംഭാഷണത്തിലാണ്. മുനാജാത്ത് എന്നാൽ രഹസ്യമായുള്ള സംഭാഷണമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും തൻ്റെ റബ്ബിനോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് നോക്കട്ടെ. അശ്രദ്ധമായി അവൻ സംസാരിക്കാതിരിക്കട്ടെ. നോക്കൂ, നിങ്ങൾ ഒരു
പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചു. അവൾ ആദ്യമായി അവൻ കാണുകയാണ്. അവളെ അവൻ ഇഷ്ടമായി. അവളോട് അവൻ സംസാരിക്കുകയാണ്. യാ സുബ്ഹാൻ, എങ്ങനെയായിരിക്കും അവൻ്റെ സംസാരം? അവൾ പറയുന്ന ഓരോ അക്ഷരവും ഓരോ വാക്കും അവൻ രണ്ട് കാതും കൊടുത്ത് കേൾക്കും. ഓരോ വാക്കും ഓരോ അക്ഷരവും അവൻ പറയുന്ന ഓരോ വാക്കും ഓരോ പദവും അവൻ ശ്രദ്ധിക്കും. യാ സുബ്ഹാൻ, അള്ളാഹുവിനോടുള്ള മഹബത്ത് സകല സൃഷ്ടികളെക്കാളും മുകളിലുള്ള മഹബത്താണ്, സ്നേഹമാണ്. പണ്ഡിതന്മാർ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, സ്നേഹം മാത്രമല്ല റബ്ബിനോടുള്ളത്, പിന്നെ തഅദീമും കൂടിയുണ്ട്. അങ്ങേയറ്റത്തെ ആദരവ്, അവൻ്റെ മഹത്വം മനസ്സിൽ നിറച്ചുകൊണ്ടാണ്, അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് മുഅ്മിൻ അവനെ സ്നേഹിക്കുന്നത്. ഏറെ മഹത്വം നമ്മൾ കാണുന്ന ഒരാളോട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല. ചിലപ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റൂല. ഒറ്റക്ക് ഇങ്ങനെ നോക്കിക്കാൻ ചിലപ്പോൾ സാധിച്ചുകൊള്ളണമെന്നില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, അല്ലാഹു ആലം, ചിലപ്പോൾ നിസ്കരിക്കുമ്പോൾ മുകളിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ഹിക്മത്ത് ഇതായിരിക്കാം. അങ്ങനെ പറയാനുള്ള കാരണം ഇതായിരിക്കാം, അല്ലാഹു ആലം. നിസ്കരിക്കുമ്പോൾ എന്താക്കരുത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യരുത്? മുകളിലേക്ക് നോക്കാൻ പാടില്ല. മുകളിലേക്ക് നോക്കുന്നവർ അവരുടെ കണ്ണുകൾ കാഴ്ച ചിലപ്പോൾ തിരിച്ചു വരില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഗൗരവത്തിൽ പറഞ്ഞത് കാണാം. നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? മുകളിലേക്ക് നോക്കരുത്. പിന്നെ എങ്ങോട്ടേക്ക് നോക്കുക? താഴെ നോക്കുക. എന്നിട്ട് റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഏറ്റവും മഹത്വം അവന് കൽപ്പിച്ചുകൊണ്ട്, അവനോട് അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ താഴേക്ക് എൻ്റെ ദൃഷ്ടി ഉയർത്താതെ താഴേക്ക് നോക്കിക്കൊണ്ട്, നടുവളക്കാനല്ല, നടുവളച്ചുകൂടാ, നടുനേരെയാണ്. പക്ഷേ നീ നിന്റെ കണ്ണുകൾ എവിടേക്കാണ്? താഴേക്ക്, സുജൂദിന്റെ സ്ഥാനത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ എന്താണ്? എൻ്റെ ഖുർറത്തു ഐനാണ്, എൻ്റെ കൺകുളിർമയാണ്. കാരണം റബ്ബിനോടുള്ള സംഭാഷണമാണ്. നിന്റെ എല്ലാ പ്രയാസങ്ങളും ഇറക്കി വെക്കാനുള്ള അവസരമാണ്. എന്തൊക്കെ നിനക്ക് ചോദിക്കാനുണ്ടോ, നിന്നെ അലട്ടുന്ന കാര്യങ്ങളുണ്ടോ, ചോദിക്കാനുള്ള അവസരമാണ്. നാട്ടിലൊരു വലിയ മുതലാളി, സങ്കല്പിച്ചു നോക്കുക, ഒരു നാട്ടിലെ വലിയൊരു മുതലാളി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ആരാണോ? അല്ലറ ചില്ലറ മുതലാളിയൊന്നല്ല, ഒരു മൾട്ടിനാഷണൽ മുതലാളിയെന്ന് കൂട്ടുക. നിങ്ങൾക്ക് അവസരം കിട്ടുകയാണ് അയാളുമായി ഒരു അരമണിക്കൂർ ഇരിക്കാൻ. എന്തായിരിക്കും അവസ്ഥ? നിങ്ങളെനിക്ക് ഇഷ്ടപ്പെട്ടു, സംസാരിക്കാൻ വിളിച്ചിരിക്കണം, ഒന്ന് കാണണം, അരമണിക്കൂർ, എന്തായിരിക്കും അവസ്ഥ? യാ സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അതേക്കുറിച്ച്. റബ്ബുൽ ആലമീൻ, അയാളുടെ എന്നല്ല, സർവ്വ മനുഷ്യരുടെയും സകല സൃഷ്ടികളുടെയും ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുമായുള്ള സംഭാഷണത്തിന്, അവനോട് ചോദിക്കാൻ, അവൻ്റെ മുന്നിൽ തിന്മകൾ ഏറ്റുപറയാൻ, നിന്റെ അവലാദികൾ പറയാൻ അവസരമാണ് നിസ്കാരം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് അത് അളവുകോലാണ്, റബ്ബിനോടുള്ള സ്നേഹം അളക്കാനുള്ള അളവുകോലാണ്. അള്ളാഹുവിൻ്റെ കലാം അവൻ ഇഷ്ടപ്പെടും, അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടും, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടും, ആ റസൂലിനെ പിൻപറ്റാൻ ശ്രമിക്കും. അതാണ് അള്ളാഹുവിൻ്റെ സ്നേഹം നേടാനുള്ള വഴി. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. അതുപോലെ ദുആ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക. അല്ലാഹുവേ, നിന്നോടുള്ള സ്നേഹം ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതുപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ സ്നേഹിക്കുന്നവരോടുള്ള സ്നേഹവും നീ സ്നേഹിക്കുന്ന പ്രവർത്തനങ്ങളോടുള്ള, നിന്റെ സ്നേഹത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളോടുള്ള സ്നേഹവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനോടുള്ള യഥാർത്ഥ മഹബ്ബത്ത് എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. അവൻ സ്നേഹിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.